വേറെ പി എസ് സിയിലോട്ട് MSc കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ വരെ വേറെ ഒരു എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല. വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നത് വലിയ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അശ്വതിയുടെ ഈ ജേർണിയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അതാണ്. ഈ 4ഓ 5ഓ റാങ്കിൽ എന്തുകൊണ്ട് നമ്മൾ 1ഓ 2ഓ ആയിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും കുറച്ചും കൂടി കാര്യമായിട്ട് തന്നെ ജനറൽ PSC ഉപേക്ഷിച്ചിട്ട് സബ്ജക്ട് ബേസ്ഡ് എക്സാം മാത്രം പഠിച്ചു തുടങ്ങിയത്. വേക്കൻസികളുടെ എണ്ണം ഇത്രയാണെന്ന് വിചാരിച്ച് ഓരോന്നത്തിന് പഠിക്കാണ്ടിരിക്കരുത്. ഞാൻ പറയുന്ന പോലെ ആദ്യത്തെ 5 എന്ത് കുട്ടികളോട് പറയും, സാർ എന്ത് പറഞ്ഞാലും ആദ്യത്തെ 5 പിന്നെ I+ൽ ഓരോ സബ്ജക്റ്റായിട്ട് ഓരോ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ മാത്സ് ആണെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് അഡീഷണൽ ചെയ്ത് നോക്കും. ഫിസിക്സിൽ മാക്സിമം മോഡൽ സാർ ഇടുന്ന ക്വസ്റ്റ്യൻസും പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഇതിനെല്ലാം ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യം നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹം വേണം. എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നൊരു ശക്തമായ ഒരു ആഗ്രഹം വേണം. ഹായ് എവരിവൺ, റാങ്ക് ഹോൾഡേഴ്സിനെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് അശ്വതിയുടെ വീട്ടിലേക്കാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ അശ്വതിയുടെ ജേർണി തീർച്ചയായിട്ടും നിങ്ങളെ ഇൻസ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. പഠനയാത്രകളും പഠനത്തിൽ നേരിട്ട പരിമിതികളും അതെങ്ങനെ അതിജീവിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ അശ്വതി GSനോട് നേരിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്വാഗതം. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയിൽ തൊട്ട് കഴിഞ്ഞ പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ അശ്വതി GS ആണ്. സ്വാഗതം അശ്വതി. അതോടൊപ്പം I+ൻ്റെ ലീഗൽ മെട്രോളജി കോഴ്സിലെ ലീഡ് ഫാക്കൽറ്റി ആയിട്ടുള്ള അതുൽ സാറും നമ്മളോടൊപ്പം ഒന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് അശ്വതിയുടെ ഒരു ജേർണിയും ഈ പരീക്ഷ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങാം. അശ്വതി പഠിച്ചതും അശ്വതിയുടെ സ്ഥലവും ഇവിടം വരെ എത്തി നിന്ന അക്കാഡമിക് ജേർണി എങ്ങനെയായിരുന്നു? സാർ, ഞാൻ പഠിച്ചത് ഡിഗ്രി അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു PG. അവിടെ എൻട്രൻസ് എഴുതിയതിന് ശേഷം അവിടെ 2 വർഷത്തെ PG കോഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം 2015 പാസ് ഔട്ട് ആവുന്നത്. 2016 തന്നെ ഗേറ്റ് ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഒരു 6-7 മാസത്തോളം ഒരു ഗേറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗേറ്റ് പഠിപ്പിക്കാനായിട്ട്. അതിനുശേഷമാണ് CSIR JRF ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാൾ ഗസ്റ്റായിട്ട് അഞ്ചൽ സെൻറ്റ് ജോൺസ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് റിസർച്ചിലോട്ട് തിരിഞ്ഞത്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് PSC പരീക്ഷകൾക്ക് ഒരു തുടക്കം കുറിച്ചിട്ട് ഓരോരോ എക്സാമായിട്ട് എഴുതി തുടങ്ങിയതും ഇപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വരെ എത്തിയത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അതിൻ്റെ ഒരു ബേസിക് എക്സാം എന്ന് പറയുന്നത്. അതുൽ സാറിന് ഇനിയും ഫർദറായിട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഈ പരീക്ഷയെ പറ്റിയിട്ടും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? അതെ, ഇപ്പോൾ അശ്വതി പറഞ്ഞൊരു കാര്യം അനുസരിച്ചിട്ട് സബ്ജക്റ്റിൽ തന്നെ നിന്ന് പഠിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഈ വേറെ PSCയിലേക്ക് തിരിഞ്ഞിട്ടുള്ള ആളാണ്. വേറെ PSCയിലോട്ട് MSc കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ വരെ വേറെ ഒരു എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല എന്നാണ്. ഫിസിക്സ് ബേസ്ഡ്. അതെ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ ഒരു 4ാമത്തെ റാങ്ക് എന്ന് പറയുന്നൊരു വലിയ വിജയത്തിലേക്ക് സത്യം പറഞ്ഞാൽ എത്തി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യത്തെ സ്നേഹിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് അശ്വതി എന്ന് പറയുന്നത്. അത് ശരിയാണ് സാർ. പിന്നെ അതോടൊപ്പം നമ്മൾ മടുപ്പില്ലാതെ പഠിക്കുക എന്നതൊരു കാരണം കൂടിയുണ്ട്. കാരണം ആദ്യത്തെ ഞാൻ എക്സാം ലിസ്റ്റിൽ വരുന്നത് ഫോറൻസിക്കിൻ്റെ എക്സാം ആയിരുന്നു. അതിൽ ലിസ്റ്റിൽ 45ാമത്തെ റാങ്കാണ്. അത് കിട്ടത്തില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിട്ടുള്ളൊരു റാങ്കായിരുന്നു 45. അപ്പോൾ ഒരുപാട് പേര് തന്നെ പറയുകയും ചെയ്തു ഇതിന് ഒരു കോമ്പറ്റീഷനുള്ള എക്സാം ആയിരിക്കും, അപ്പോൾ 45 ഒരിക്കലും കിട്ടത്തില്ല, ഒരു 28 അതിനകത്ത് വരെ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ എക്സാം കഴിഞ്ഞിട്ട് അത് അവിടെ ഉപേക്ഷിക്കാതെ തന്നെ അടുത്ത എക്സാം വിളിച്ചപ്പോൾ ലീഗൽ മെട്രോളജി ആയാലും നമ്മളുടെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളും എഴുതുക, പഠിക്കുക, അതിനുശേഷം അതിൻ്റെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ വീണ്ടും അടുത്ത എക്സാം പഠിക്കുക. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ എക്സാം തന്നെ എഴുതിയതിന് ശേഷം എൻ്റെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ തന്നെ ഞാൻ നേരെ DFIയുടെ ക്ലാസ്സാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ DFI പഠിച്ചു തുടങ്ങി. DFI തന്നെ പഠിച്ചിട്ട് ഏകദേശം കഴിയുന്നതിന് മുന്നേ KWA വാട്ടർ അതോറിറ്റി അസിസ്റ്റൻ്റ് എക്സാം തന്നെ പഠിച്ചു തുടങ്ങി. അങ്ങനെ പാരലായിട്ട് പല എക്സാമുകൾക്ക് ഞാൻ തന്നെ പഠിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. പലപ്പോഴും ഈ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്കും അതാണ്. പലരെയും കുറ്റം പറയാനായിട്ടായി 48 കഴിഞ്ഞാൽ പറയും, ഇങ്ങനെയാണ് ഞാൻ ഇത്ര നാൾ ശ്രമിച്ചിട്ട്. കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ അടുത്തും വിദ്യാർത്ഥികൾ എത്തുമ്പം ചെയ്യുന്നൊരു മിസ്റ്റേക്കാ ഈ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള പഠനം. ഒരു പരീക്ഷയ്ക്കായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കും, അത് എഴുതി കഴിഞ്ഞ ഉടനെ റാങ്ക് ലിസ്റ്റ് വരാൻ പോലും വെയിറ്റ് ചെയ്യില്ല, പഠനം അവിടെ പോസ് ചെയ്യും. പിന്നെ ഇത് മനുഷ്യൻ്റെ തലച്ചോറാണല്ലോ, നമ്മൾ പഠിക്കുമ്പോഴായാലും ഇതൊക്കെ മറന്ന് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നത് വലിയ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അശ്വതിയുടെ ഈ ജേർണിയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അതാണ്.
അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള കാര്യമുണ്ട്. അതായത് ഈ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള PSC വളരെ കുറവായിരിക്കുന്നത്. അശ്വതിക്ക് തന്നെ അറിയാം, വർഷത്തിൽ 1 or 2 ഒക്കെ വിളിച്ചാലായി എന്നുള്ള അവസ്ഥയിൽ. ഇപ്പോൾ ഒരു വലിയൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഈ സയന്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റ് നമുക്ക് വന്നത്. അപ്പോൾ അതിനുശേഷവും പിന്നീടും അധികമില്ല. അപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം നമ്മളെ പ്രഷർ ചെയ്യുന്നത് എങ്ങനെയാ, വേഗം ജോലി വാങ്ങിക്കണം, ജനറൽ PSC പഠിക്ക്. അതിൻ്റെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് വിളിച്ചിട്ടുണ്ട് അല്ലേ, ഒത്തിരി പരീക്ഷകൾ, LDC അത് ഇത്. അപ്പോൾ വീട്ടുകാരുൾപ്പെടെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഒരു പ്രഷർ ചെയ്യുന്നില്ലേ, ഇത് വിട്ട് ഒരു ജനറൽ PSC വാ. പക്ഷെ അതെങ്ങനെ ഓവർകം ചെയ്തു, അത് പലർക്കും കേൾക്കാൻ ചെയ്തു എന്ന് പറയുന്നത് എത്രത്തോളം എൻ്റെ കേസിൽ ശരിയാണെന്ന് അറിയത്തില്ല. ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച് ഏകദേശം ഇങ്ങനെ ആയപ്പോൾ എല്ലാവരും എന്നോട് ഉപദേശിച്ച കാര്യം, ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ബേസ്ഡ് എക്സാം ആകുമ്പോൾ ഒരു 4 or 5 പേർക്കാണ് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് LDC, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് അങ്ങനെ ഒരു എക്സാമിന് പൊയ്ക്കൂടാ എന്ന് കരുതിയിട്ട് ഞാനൊരു 3 മാസത്തേക്ക് ജസ്റ്റ് PSC തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എല്ലാവരും എന്നെ പരിഹസിച്ചു. ഞാൻ PhD ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും തിരിഞ്ഞ് MSc കഴിഞ്ഞ് PhD ആയിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വീണ്ടും +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. ആ 3 മാസത്തെ കോച്ചിങ് കൊണ്ട് ഞാൻ നേരെ നേടിയത് 49 മാർക്കാണ്. പ്രിലിംസിൻ്റെ 1 മാർക്കാണ് പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ ജോഗ്രഫി, ഹിസ്റ്ററി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വിഷയങ്ങൾ പഠിക്കാനായിട്ട്. വിഷയങ്ങൾ നല്ല ഡെപ്തുള്ള വിഷയങ്ങളാണ്. പക്ഷേ സയൻസ് വിഷയങ്ങൾ പഠിച്ചതുകൊണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും കുറച്ച് ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ പോലും പഠിച്ചിട്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് വിഷയം ഇത്രയും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ ഈ 4 or 5 റാങ്കിൽ എന്തുകൊണ്ട് നമ്മൾ 1 or 2 ആയിക്കൂടാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും കുറച്ചും കൂടി കാര്യമായിട്ട് തന്നെ ജനറൽ PSC ഉപേക്ഷിച്ചിട്ട് സബ്ജക്റ്റ് ബേസ്ഡ് എക്സാം മാത്രം പഠിച്ചു തുടങ്ങിയത്. ഈ നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നത് പഴയൊരു പഞ്ചതന്ത്ര കഥയെ ഓർമ്മ വരുന്നത്. ഒരു അച്ഛനും മകനും കൂടി കഴുതയെ കൊണ്ട് ചന്തയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം മകൻ കയറിയിരുന്നപ്പോഴും നാട്ടുകാർ കുറ്റം പറഞ്ഞു, അച്ഛൻ കയറിയിരുന്നപ്പോഴും കുറ്റം പറഞ്ഞു. അവസാനം ഇവർ രണ്ടുപേരുടെ കഴുത എടുത്തുകൊണ്ട് ചന്തയിൽ പോകേണ്ടി വന്നു. നമ്മുടെ ഈ ലക്ഷ്യം മുന്നിൽ നിർത്തുകയും അതനുസരിച്ച് ആ ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഈ 4 or 5 ഒന്നുമല്ലല്ലോ അതിൽ സാറേ, നമ്മുടെ ആ ഫിംഗർ പ്രിന്റ് സെർച്ചറിലൊക്കെ ഒരു 1 വേക്കൻസി പറഞ്ഞിട്ട് ഒരുപാട് പേര് അപേക്ഷിക്കാറുണ്ട്. ഇപ്പൊ ചില നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു ഒഴിവ് അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവാണെങ്കിലും ആളുകൾ പിന്നെ അപ്ലൈ ചെയ്യും. ഒരു ഒഴിവെന്ന് വന്നു കഴിഞ്ഞാൽ ആരും അപ്ലൈ ചെയ്യില്ല, അപ്ലൈ ചെയ്താലും പഠിക്കത്തില്ല. അവർ ചോദിക്കുന്നത് അറിയോ, ഒരു ഒഴിവുകളേ ഉള്ളൂ, എത്ര ആയിരക്കണക്കിന് ആളുകൾ എഴുതുന്നത്, ഇതിനകത്ത് ഇപ്പൊ എന്തോ കിട്ടാനാണ് ആളുകൾ പറയുന്നത്. പക്ഷെ കിട്ടിയ ആളിപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ, അത് ആദ്യം പറയട്ടെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ നമ്മൾ സയന്റിഫിക് കഴിഞ്ഞിട്ട് ആണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും അതും ഇതുപോലെ ഒരു ഒഴിവിനെ വിളിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കയറി ഇങ്ങനെ നോക്കി അഡ്വൈസ്, നമ്മൾ കുട്ടിയോട് പറയണ്ടേ നമുക്ക് ഇതിങ്ങനെയാണ്. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് 11 അഡ്വൈസുകൾ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. 11 അഡ്വൈസുകൾ, അത് ഓപ്പൺ കാറ്റഗറി ഉള്ള ആളുകൾക്ക് ഉൾപ്പെടെ 11 പേർക്ക് അഡ്വൈസ്. ഒരു വർഷമേ ആയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റ്, ഇനി 2 വർഷമുണ്ട്. അപ്പൊ ഒരു 30-32 വരെയൊക്കെ അഡ്വൈസുകൾ പോകും. അപ്പൊ അതിലൊരു കാര്യം, ഈ ഫിംഗർ പ്രിന്റ് സെർച്ചറിൽ 1-1 അങ്ങനെയാണ് പോകുന്നത്. അതായത് ഒരാളെ PSC എടുത്തു കഴിഞ്ഞാൽ ഒരാളെ ഇവരുടെ മിനിസ്ട്രിയൽ സ്റ്റാഫിൽ എടുക്കും. അപ്പൊ ശരിക്കും 22 അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുണ്ട്. പിടികിട്ടിയോ? അത് പറഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ എടുക്കുന്നുണ്ടാണ്. അപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അതുപോലെയാണ്. അപ്പൊ ചില ആളുകൾ 10-നുള്ളിൽ വന്നിട്ട് ടെൻഷനുള്ള ആളുകളുണ്ട്, സാറേ കിട്ടുമോ, ഇത് ഇങ്ങനെയാണ് വേക്കൻസി. പക്ഷെ അങ്ങനെയല്ല, 3 വർഷം ലിസ്റ്റിൽ കാലാവധി ഉണ്ട്. ആ കാലാവധിയിൽ എത്ര പ്രൊമോഷനുകൾ നടക്കും, എത്ര റിട്ടയർമെന്റുകൾ നടക്കും, പിടികിട്ടും. ഒരു വർഷം ഒരാളെങ്കിലും റിട്ടയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ ഞാൻ എല്ലാ ആളുകളോടും പൊതുവായിട്ട് പറയുന്ന, കുട്ടികളോട് പൊതുവായിട്ട് പറയുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങൾ PSC വിളിക്കുമ്പോഴുള്ള അഡ്വൈസുകളുടെ എണ്ണം ഇതാണ്, അല്ലെങ്കിൽ അഡ്വൈസ് അല്ല, വേക്കൻസികളുടെ എണ്ണം ഇത്രയാണെന്ന് വിചാരിച്ച് ഓരോന്നത്തിന് പഠിക്കാണ്ടിരിക്കരുത്. ഞാൻ പറയുന്ന പോലെ ആദ്യത്തെ 5 കുട്ടികളോട് പറയും, സാർ എന്ത് പറഞ്ഞാലും ആദ്യത്തെ 5 എന്നാ. പക്ഷെ അത് പറഞ്ഞപ്പോ നമുക്ക് ആദ്യത്തെ 5 2 പേരായില്ലേ. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിച്ച് ഇത്ര വരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളത് തന്നെയാണ്. അശ്വതി പറഞ്ഞപ്പോൾ തന്നെ, ഇപ്പൊ ജനറൽ PSC പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ജനറൽ PSC പഠിച്ചിട്ട് അവിടെ നിന്നൊരു ഗ്രിപ്പ് കൊണ്ടാണ് കോൺഫിഡൻസ് ചെയ്യുന്നത്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്താണ് വെറുതെ അതാ. എങ്ങനെയായിരുന്നു ഈ ജേർണിയിൽ പഠിക്കാനായിട്ട് ഉപയോഗിച്ച സ്ട്രാറ്റജികൾ? സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചു? സ്പെസിഫിക് ആയിട്ട് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ സിലബസ് അതേപടി ഫോളോ ചെയ്യാമെന്നാണ് ഒന്നാമത്തെ കാര്യം. സിലബസ് പ്രിന്റ് എടുത്തതിന് ശേഷം സിലബസിൽ ഒരു ലൈൻ പോലും വിടാതെ എല്ലാ സബ്ജക്റ്റും ഓരോ ലൈനായിട്ട് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ I+ൽ ഓരോ സബ്ജക്റ്റായിട്ട് ഓരോ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ മാത്സ് ആണെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് അഡീഷണൽ ചെയ്ത് നോക്കും. ഫിസിക്സിൽ മാക്സിമം അതുൽ സാർ ഇടുന്ന ക്വസ്റ്റ്യൻസും പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഇതിനെല്ലാം ഒരുപാട്
പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ കാര്യമാണ്. സാറിൻ്റെ ക്ലാസ് നമ്മുടെ കമ്പ്യൂട്ടർ പോർഷനിൽ ഈ എന്താ സൈബർ സെക്യൂരിറ്റി അതിൻ്റെ നിയമങ്ങൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. സാറിൻ്റെ ക്ലാസ്സാണ് അത് ആഡ് ചെയ്ത പോർഷൻസ് ആയിരുന്നു പഴയ സിലബസിൽ. പക്ഷേ അത് പറഞ്ഞ പോർഷൻസ് ആ I+ന്റെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ അതുപോലെ തന്നെ മെഷർമെൻറ്റ് സിസ്റ്റംസിലും ക്വസ്റ്റ്യൻസ് അതെ 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 ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ പ്ലസ് ടു പഠിപ്പിച്ച ടീച്ചറിന്റെ സ്കൂളിൽ ചെന്നു. ഞാൻ ടീച്ചർ ഒരു 4 ദിവസത്തേക്ക് 2 സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തു. ആ ടീച്ചർ എന്നെ എടുത്ത് പഠിപ്പിച്ചു തന്നു. കാരണം ഞാൻ കുറെ നാളെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്നെ ഒരിക്കലും ഓരോന്നിങ്ങനെ കാണിച്ചു തന്നില്ല. ഇത് ഇങ്ങനെയാണ് വെർനിയർ, സ്പിറോമീറ്റർ. സ്പിറോമീറ്റർ ആണെങ്കിൽ പ്ലസ് ടുന്റെ സിലബസിൽ എടുത്ത സാധനമാണ്. ഇല്ല, അത് പ്ലസ് ടുവിന്റെ സിലബസിലില്ല, പ്ലസ് ടു ലാബിന്റെ സിലബസിലില്ല. എന്നിട്ട് ടീച്ചർ അവിടെ സാധനം സൂക്ഷിച്ചിട്ട് അപ്പൊ ഞാൻ വന്നു, അയ്യോ അതിങ്ങനെ തന്നേക്കെ, ഞാൻ അത് വായിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു. ഉപകാരപ്പെട്ടു. കാരണം ലീസ്റ്റ് കൗണ്ടിലേക്ക് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു. കുട്ടികളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലയിടത്തും ലീസ്റ്റ് കൗണ്ട് സ്ക്രൂ ഗേജിന്റെ ഒക്കെ ചോദിക്കാൻ പറ്റിയപ്പോൾ സാറിന്റെ ക്ലാസ് I+ൽ എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മിയറായിട്ട് ഇത് ചെയ്ത് തീർത്തു എന്നുള്ളതിനേക്കാൾ ഉപരി വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് റാങ്ക് വാങ്ങണം എന്നുള്ള നിങ്ങളെക്കാൾ ആഗ്രഹം ചിലപ്പോൾ നമ്മുടെ ടീമിനോ അതുൽ സാറിനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോ എനിക്ക് എപ്പോഴും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ക്ലാസ്സിൽ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർ ക്ലാസ് ഉണ്ടാകാറില്ല, ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് വർത്താനം പറയും പിള്ളേരോട്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ് കഥ ആയിട്ട് ഞാൻ അവസാനം നിർത്തുന്നത് ഇങ്ങനെയാണ്. ഓ ഇനി ഞാൻ പറഞ്ഞ കുറെ കഥയും പറഞ്ഞിരിക്കും, നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞു. ആ ഒരു സംസാരം ഏകദേശം നമുക്ക് ക്ലാസ്സിന്റെ ടോപ്പിക്സ് മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രഷർ ആയിരിക്കും. കുറച്ചും കൂടെ മനസ്സ് ഫ്രീ ആയിട്ട് പഠിക്കുമ്പോഴാണ് അതും ക്ലാസ് ലൈവ്ലി ആയിട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ച് നല്ല. ഇന്റർവ്യൂ ട്രെയിനിങ് വളരെ അതെ അതെ സാർ. അത് ആദ്യം അങ്ങനെ പറഞ്ഞപ്പോഴും ഒരിക്കലും I+ അങ്ങനെ ഇത് സംഘടിപ്പിക്കുമോ എന്ന് എനിക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷെ പിന്നെ ഇത് വന്ന്, അതായത് വേറെ ഇതിന്റെ വിശ്വാസത്തെ കുറിച്ച് സംശയം കൊണ്ടല്ല, തിരക്ക് കാരണം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ സാർ അത് ഇന്റർവ്യൂ ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ സത്യം പറയാൻ അത് വളരെ ഉപകാരപ്പെട്ടു. എൻ്റെ അടുത്ത് ചോദിച്ച ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. I+ അറേഞ്ച് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആ സാറ് സംസാരിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. പുള്ളിക്കാരൻ ആ ജോലി കിട്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വിഷമം അതാ, ഞാൻ അപ്ലൈ ചെയ്ത് ജോലിക്കായിട്ട് ശ്രമിച്ചപ്പോൾ എന്നെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എന്നിട്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടൊരു ദിവസമായിരുന്നു നമ്മൾ പുറകെ പോയി ഇത് പറഞ്ഞ് പിള്ളേരോടൊന്ന് സംസാരിക്കണം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് സാറ് സംസാരിച്ചത്. പിന്നെ അതിനകത്ത് നിന്ന് തന്നെ സാറ് കുറച്ച് പ്രിൻ്റ് ഔട്ട്സും പിന്നെ കുറച്ച് ഇതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റൂൾസും കാര്യങ്ങളും എല്ലാം വായിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. അതൊരു രസകരമായ അതെ, ഞാൻ PhD ചെയ്യുന്നത് മാരുവാനിസ് കോളേജിലാണ്. അപ്പോൾ ഡെയിലി ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുന്ന സമയത്ത് യാദൃശികമായിട്ട് ഞാൻ നിൽക്കുന്ന സീറ്റിന് അടുത്തായിട്ടൊരു കുട്ടി HSSTയുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൽ ഒരു സാർ നന്നായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം അതുൽ സാറിൻ്റെ ഫേസാണ് കണ്ടത്. പക്ഷേ എനിക്ക് I+നെ പറ്റി ആ സമയത്ത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഏത് ആപ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കോളേജിൽ എത്തിയതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു, ബസ്സിലിങ്ങനെ സംഭവം ഉണ്ടായത്, HSSTയുടെ ക്ലാസ് എടുക്കുന്ന ഒരു സാർ, അത് അധ്യാപകനുണ്ട്, നല്ല ക്ലാസ്സാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ 1-2 ഫ്രണ്ട്സ് അവിടെയുള്ള കുട്ടിയുടെ HSSTയുടെ ക്ലാസ്സിന് I+ൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് അതുൽ സാറിൻ്റെ ക്ലാസ്സാണ്, I+ ആണ് ആപ്പെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡെമോ ക്ലാസ്സസും വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് I+ൽ സബ്സ്ക്രൈബ് ചെയ്തത്. വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. സാധാരണ കുട്ടികൾ കോഴ്സ് എടുത്തിട്ട് ഞാൻ ബസ്സിലിരുന്ന് പഠിച്ച റാങ്ക് നേടിയത് അല്ലെങ്കിൽ പരീക്ഷ പാസ്സായെന്നൊക്കെ നമ്മൾ ഇന്റർവ്യൂവിൽ പറയും. ആദ്യമായിട്ട് ഒരാള് ക്ലാസ് മറ്റൊരാളെ കേട്ടിട്ട് ലൈൻ ബസ്സും ആയിരുന്നു അല്ലേ, KSRTC ബസ്സായിരുന്നു. ആഗ്രഹിക്കുന്നവരോട് പ്രയത്നിക്കുന്നവരുടെ അടുത്തൊക്കെ ഇതിങ്ങനെ എങ്ങനെയായാലും എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. കുറേ പേര് I+ന്റെ തന്നെ KVയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, HSST പിന്നെ HSA ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ അതുൽ സാറിനെയും എല്ലാ സാറിനെയും ഒക്കെ അറിയാം. അപ്പോൾ അവരാണ് കൂടുതൽ പറഞ്ഞു തന്നത് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെയാണെന്ന്. ഞാൻ B.Ed ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള എക്സാം എഴുതിയിട്ടില്ല, അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് I+ലോട്ട് വരുന്നത്. പിന്നെ ലീഗൽ മെട്രോളജിക്ക് ശേഷം DFIയുടെ ക്ലാസ്സും സെയിം I+ൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അതിൻ്റെ എക്സാമും നന്നായിട്ട് എഴുതി. അങ്ങനെ വീണ്ടും വരാൻ പറ്റട്ടെ.
പിന്നെ മറ്റു കുട്ടികളോട് നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ അശ്വതിയുടെ ജേണിയും അതിലെ ലിമിറ്റേഷൻസ് എങ്ങനെ ഓവർകം ചെയ്ത കാര്യവും അതോടൊപ്പം ഇനിയുള്ള കുട്ടികളോട് ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും, ഇതേ സംശയങ്ങളും ഇതേ ടെൻഷനുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നാട്ടുകാരുടെ പ്രഷറൊക്കെ ഉള്ള മനുഷ്യരുണ്ടാവും. അവരോട് ഒരു വിജയിയായ ആളെന്നുള്ള നിലയിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനാ അല്ലെങ്കിൽ അവരോട് പറയാനുള്ള നമ്മുടെ സ്റ്റുഡൻസിനോട് എന്ത് പറയും? എല്ലാ കുട്ടികളും പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യം നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹം വേണം. എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നൊരു ശക്തമായ ഒരു ആഗ്രഹം വേണം. നമ്മൾ അതിനുശേഷം ഏത് ക്ലാസ്സാണോ പഠിക്കുന്നത് ആ ക്ലാസ് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു വ്യക്തമായ ടൈം ടേബിൾ വെക്കുക. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ക്ലാസ്സുകൾ തീർക്കാൻ പറ്റുമോ അത്രയും പോർഷൻസ് തീർക്കുക. അതിൻ്റെ തന്നെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. മാക്സിമം പ്രോബ്ലംസ് എല്ലാം പിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഡെയിലി പോയി വരുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്ക് സമയം വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുള്ളത് അതുൽ സാറിൻ്റെ ഫിസിക്സ്, എനിക്ക് കുറച്ച് ബേസിക്സ് ഫിസിക്സും മാത്സും കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഫിസിക്സും മാത്സും ക്ലാസ്സുകൾ തീർക്കുമായിരുന്നു, കേട്ട് കഴിയുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കെമിസ്ട്രിയാണ്. ഞാൻ സബ്സിഡറി സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ട് കെമിസ്ട്രി ക്ലാസ്സുകളാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ല, കുറച്ച് സമയമെടുത്ത് എഴുതി പഠിച്ചാൽ മാത്രമേ അത് പഠിക്കാനൊരു തോന്നുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എപ്പോഴാണോ മനസ്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ തോന്നുന്ന ആ സമയങ്ങളിൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള വിഷയങ്ങൾ മാക്സിമം പഠിക്കുക. കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഉറക്കം വരുന്ന സമയങ്ങളിലൊക്കെ ഫിസിക്സ് മാത്സ് അങ്ങനെ പഠിക്കുക. അതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ക്ലാസ്സുകളും പിന്നെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനിയും എത്രയും വേഗം ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കിട്ടി ജോലിയിലും കൂടി ജോയിൻ ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ അതുൽ സാറേ? അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. അശ്വതിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. നിങ്ങളോടും ഈ കാണുന്ന ഓരോ വിദ്യാർത്ഥികളോടും പറയാനുള്ളതും അതേ കാര്യം തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക, സിലബസ് കവർ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുക. സാഹചര്യം എന്തായാലും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകളും ശ്രദ്ധയോടിരുന്ന് പഠിക്കാൻ സമയം വേണ്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസൾട്ട് വരുമ്പോഴല്ല നമ്മൾ പഠിത്തം നിർത്തേണ്ടത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടുന്ന ദിവസം നിങ്ങൾ അപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിത്തം നിർത്താം. ലൈഫ് ലോങ് തുടരുന്ന ഒരു പ്രോസസ്സാണ് പഠനം എന്നാണ് അതുൽ സാറും ഞങ്ങളുടെ ടീമും ഒക്കെ തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാനും നമ്മുടെ കഴിവിൽ വിശ്വസിക്കാനും മറ്റുള്ളവർ പറയുന്നത് എന്തോ ആവട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയും കരിയറും പടുത്തുയർത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഒരിക്കൽ കൂടി അശ്വതിക്കും അതുൽ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.